ഹലോ മക്കളെ, മാഗ്നറ്റിസം ആൻഡ് മാറ്റർ പാർട്ട് 4 വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോ നമ്മളിവിടെ പഠിക്കാൻ പോണത് മാഗ്നറ്റിക് ഡൈപോളിനെ പറ്റിയാണ്. നമുക്കറിയാം മാഗ്നറ്റിൽ എത്ര പോൾ ഉണ്ടടാ? 2 പോൾ ഉണ്ട്. നോർത്ത് പോൾ ഉണ്ട്, സൗത്ത് പോൾ ഉണ്ട്. സോ അതാണ് മാഗ്നറ്റിക് ഡൈപോൾ. ഡൈപോൾ എന്ന് പറഞ്ഞാൽ 2 പോൾ ഉണ്ട്. എ മാഗ്നറ്റിക് ഡൈപോൾ കൺസിസ്റ്റ് ഓഫ് 2 അൺലൈക്ക് പോൾ. ഉണ്ടോ? എത്ര പോൾ ഉണ്ട്? 2 പോൾ ഉണ്ട്. അത് എന്ത് പോളാണ്? അൺലൈക്ക് പോൾ. അതായത് ഒരു നോർത്ത് പോൾ ഉണ്ടെങ്കിൽ അടുത്തെന്താണ്? സൗത്ത് പോൾ ആയിരിക്കും. സോ ഇതാണ് മാഗ്നറ്റിക് ഡൈപോൾ എന്ന് പറയുന്നത്. ഈക്വൽ സ്ട്രെങ്ത്, അവരുടെ പോൾ സ്ട്രെങ്ത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. കണ്ടോ? ഓരോ പോളിനും പോൾ സ്ട്രെങ്ത് ഉണ്ട്. ഓരോ പോളിനും എന്തുണ്ട്? പോളിന് സ്ട്രെങ്ത് ഉണ്ട്. അതിന്റെ സ്ട്രെങ്ത് എന്താണ്? ഈക്വൽ ആണ്. കണ്ടോ? എന്താണ്? ഈക്വൽ പോൾ സ്ട്രെങ്ത് ഉണ്ട്. നമ്മൾ പോൾ സ്ട്രെങ്തിനെ സ്മോൾ എം എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. പോൾ സ്ട്രെങ്ത് സ്മോൾ എം. സോ ഇത് സ്മോൾ എം ആണ്. ഇതെന്താണ്? സ്മോൾ എം തന്നെയാണ്. കണ്ടോ? ഇവയ്ക്ക് ഈക്വൽ പോൾ സ്ട്രെങ്ത് ആണ്. പക്ഷെ ഇത് നോർത്ത് പോൾ ആണ്. ഇതെന്താണ്? സൗത്ത് പോൾ ആണ്. സെപ്പറേറ്റ് ബൈ എ വെരി സ്മോൾ ഡിസ്റ്റൻസ്. വളരെ സ്മോൾ ഡിസ്റ്റൻസ്. ഞാൻ ഈ സ്മോൾ ഡിസ്റ്റൻസ് വിളിക്കുന്ന പേരാണ് 2L. സോ 2L എന്ന ഡിസ്റ്റൻസിലാണെങ്കിൽ ഒരു നോർത്ത് പോൾ ഉണ്ട്, ഒരു സൗത്ത് പോൾ ഉണ്ട്. പോളിന്റെ ശക്തിയെ വിളിക്കുന്ന പേരാണ് പോൾ സ്ട്രെങ്ത്. നോർത്ത് പോളിനും സൗത്ത് പോളിനും ആർക്കാണ് ശക്തി കൂടുതൽ? പോൾ സ്ട്രെങ്ത് ആർക്കാണ് കൂടുതൽ? നിങ്ങൾ പറയും സർ, രണ്ടുപേരുടെയും പോളിന്റെ സ്ട്രെങ്ത് എന്താണ്? സെയിം ആണ്. നോർത്ത് പോളിനും എത്ര സ്ട്രെങ്ത് ഉണ്ടോ അത്രയും തന്നെ സ്ട്രെങ്ത് ഉണ്ട് ആർക്ക്? സൗത്ത് പോളിനും. സോ എന്താണ്? ഇത് ഡൈപോൾ ആണ്. മാഗ്നറ്റിക് ഡൈപോൾ ആണ്. സോ മാഗ്നറ്റിക് ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇതാണ്. ഇതെന്താണ്? ഇത് സൗത്ത് മാഗ്നറ്റിക് പോളിന്റെ സ്ട്രെങ്ത് ആണ്. ഇത് നോർത്ത് മാഗ്നറ്റിക് പോളിന്റെ സ്ട്രെങ്ത് ആണ്. ഞാൻ ഇതിനെ എം എൻ എന്നും ഇവിടെ എം എസ് എഴുതാൻ പോവാണ്. ഇത് നോർത്ത് പോളാണ്, ഇത് സൗത്ത് പോളാണ്. ഇത് പോളിന്റെ സ്ട്രെങ്ത് ആണ്. ഈ 2 പോളിന്റെ സ്ട്രെങ്ത് സെപ്പറേറ്റ് ചെയ്യുന്നത് എന്താണ്? ഒരു വളരെ ചെറിയ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു സെറ്റപ്പിനെ വിളിക്കുന്ന പേരാണ്, ഈ ഒരു സംവിധാനത്തിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഡൈപോൾ. ഓക്കെ. സോ മാഗ്നറ്റിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു കാന്തമാണ്. നമുക്കറിയാം കാന്തമാണ്, ബാർ മാഗ്നറ്റ് ആണ്. അവിടെ നിന്നുണ്ട് 2 പോൾ ഉണ്ട്. നോർത്ത് പോളിന് ഒരു പോൾ സ്ട്രെങ്ത് ഉണ്ട്, സൗത്ത് പോളിന് മറ്റൊരു പോൾ സ്ട്രെങ്ത് ആണ്. നോർത്ത് പോളും സൗത്ത് പോളും തമ്മിലുള്ള അകലമാണ് 2L എന്ന് പറയുന്നത്. സോ എന്താണ് മക്കളെ? ഇത് മാഗ്നറ്റിക് ഡൈപോൾ ആണ്. ഓക്കെ ആണോ? 2 പോൾ ഉണ്ട്, അൺലൈക്ക് പോളുകളാണ്, ഈക്വൽ പോൾ സ്ട്രെങ്ത് ആണ്. ഓക്കെ ആണേ? ശരി. അടുത്ത മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്താണ്? ഞാൻ ആദ്യമേ പറഞ്ഞാണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് എന്താണ്? കാന്തിക ശക്തി. ഒരു കാന്തത്തിന്റെ, പോളിന്റെ അല്ല, പോളിന്റെ ശക്തിയാണ് പോൾ സ്ട്രെങ്ത്. ഇത് കാന്തത്തിന്റെ, ഈ മാഗ്നറ്റിന്റെ സ്ട്രെങ്തിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. അക്ഷരമാണ് ക്യാപിറ്റൽ എം കൊണ്ട് സൂചിപ്പിക്കും. മക്കളെ, സ്മോൾ എം എന്ന് സൂചിപ്പിക്കും പോൾ സ്ട്രെങ്ത് സൂചിപ്പിക്കും. ക്യാപിറ്റൽ എം കൊണ്ട് എന്ത് സൂചിപ്പിക്കും? നമ്മുടെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്, അതിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ എം. ഓക്കെ ആണോ? ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് പോൾ സ്ട്രെങ്ത്. പോൾ സ്ട്രെങ്ത് എന്താണ്? എം ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എന്താണ്? പോളുകൾ, 2 പോളുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 2L. അപ്പം എന്ത് ചെയ്യും? പോൾ സ്ട്രെങ്ത് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോൾസ്. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എം കിട്ടും. സോ ഒരു ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം സർ, ഇത് നോർത്ത് പോൾ ആണ്, ഇത് സൗത്ത് പോൾ ആണ്. നോർത്ത് പോളിന്റെ സ്ട്രെങ്ത് എം ആണ്, സൗത്ത് പോളിനും സെയിം സ്ട്രെങ്ത് ഉണ്ട്. അങ്ങനെയെങ്കിൽ പോൾ സ്ട്രെങ്ത് ഇൻറ്റു 2L, ഇവയ്ക്കിടയിലുള്ള അകലം എത്രയാണ്? 2L ആണ്. അപ്പോൾ പോൾ സ്ട്രെങ്ത് ഇൻറ്റു 2L ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു മാഗ്നറ്റിന്റെ കാന്തിക ശക്തി അഥവാ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് കിട്ടും. ഓക്കെ ആണോ? സോ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്, ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് പോൾ സ്ട്രെങ്ത് ഓഫ് എയ്തർ പോൾ, ഏതെങ്കിലും ഒരു പോളിന്റെ പോൾ സ്ട്രെങ്ത്. 2 പോളിനും ഒരേ സ്ട്രെങ്ത് ആണ്. സോ ഏതെങ്കിലും ഒരു പോളിന്റെ പോൾ സ്ട്രെങ്ത് ആൻഡ് മാഗ്നറ്റിക് ലെങ്ത്. അതിന്റെ മാഗ്നറ്റിക് ലെങ്ത്, അതായത് മാഗ്നറ്റിക് ലെങ്ത് എന്ന് പറയുന്നതാണ് 2 പോൾ അവയ്ക്കിടയിലുള്ള അകലമാണ് മാഗ്നറ്റിക് ലെങ്ത്. 2 പോൾ സ്ട്രെങ്തിനിടയിലുള്ള അകലമാണ് ഇതെന്ന് പറയുന്നത് നമ്മളുടെ മാഗ്നറ്റിക് ലെങ്ത് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ജോമെട്രിക്കൽ ലെങ്തിനേക്കാളും കുറച്ച് കുറവാണ്. നമ്മൾ അത്രയും വിശദമായിട്ടൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. അപ്പം ജോമെട്രിക്കൽ ലെങ്ത് ഇത്രയും ഉണ്ട്, അതിന്റെ കുറച്ച് കുറവായിരിക്കും മാഗ്നറ്റിക് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ. സോ മാഗ്നറ്റിക് ലെങ്ത് ഓഫ് ദ മാഗ്നറ്റ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് പോൾ സ്ട്രെങ്ത്, എന്താണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്ന് മനസ്സിലായല്ലോ. എന്താണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്? മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് ആണ്, ശക്തിയാണ്. അതിന്റെ ഇക്വേഷൻ എന്താണ്?
മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് M which is equal to പോൾ സ്ട്രെങ്ത് ഇൻറ്റു 2L ആണ്. ഓക്കെ ആണോ? ഇത് നമ്മൾ എവിടെ പഠിച്ചതാണ്? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് പഠിച്ചതാണ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിൽ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടായിരുന്നു, ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടായിരുന്നു. ഇത് പോൾ സ്ട്രെങ്ത്, ഇത് മറ്റൊരു പോൾ സ്ട്രെങ്ത്. നിങ്ങൾ ഇവിടെ പഠിച്ചേ ആണ്. രണ്ടും ഒരേ ചാർജ് ആണ്, രണ്ടും ഒരേ പോൾ സ്ട്രെങ്തുകളാണ്. ഇത് നോർത്ത് പോൾ, ഇതെന്താണ് സൗത്ത് പോൾ. അവയ്ക്കിടയുള്ള അകലം എത്രയാണ്? 2L. അവയ്ക്കിടയുള്ള അകലം എത്രയാണ്? 2L. സോ P വിച്ച് ഈസ് ഈക്വൽ ടു ഒരു ചാർജ്, ഏതെങ്കിലും ഒരു ചാർജ് എടുക്കണം, Q ഇൻറ്റു 2L. ശരിയാണോ? ഇവിടെയാണെങ്കിലോ ആ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് M വിച്ച് ഈസ് ഈക്വൽ ടു പോൾ സ്ട്രെങ്ത്, ഏതെങ്കിലും ഒരു പോൾ സ്ട്രെങ്ത് ഇൻറ്റു 2L. സെയിം അല്ലേ മക്കളെ? സെയിം, ഡിറ്റോ ആണ്. ഇനിയാണെങ്കിൽ ഇതിന് ഡയറക്ഷൻ ഉണ്ട്. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്തുണ്ട്? ഡയറക്ഷൻ ഉണ്ട്. ഇലക്ട്രിക് ഡൈപോൾ ഡയറക്ഷൻ എങ്ങനെയായിരുന്നു? നെഗറ്റീവ് ടു പോസിറ്റീവ്. ഇതായിരുന്നു ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ. അതുപോലെ മാഗ്നറ്റിക് ഡൈപോളിന്റെ ഡയറക്ഷൻ ആണ് സൗത്ത് ടു നോർത്ത്. ഉണ്ടോ? സെയിം രീതിയാണ്, സൗത്ത് ടു നോർത്ത്. ഇവിടെ ആണെങ്കിലോ നെഗറ്റീവ് ടു പോസിറ്റീവ്, ഇവിടെയാണെങ്കിലോ സൗത്ത് ടു നോർത്ത്. സോ ഡയറക്ഷൻ എന്താണ്? സൗത്ത് ടു നോർത്ത് ആണ്. പോൾ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ രണ്ട് പോളിലും ഒരുപോലെ ആയിരിക്കും. അതിന്റെ യൂണിറ്റ് എന്താണ്? യൂണിറ്റ് ആണ് ആംപിയർ മീറ്റർ സ്ക്വയർ. ഇമ്പോർട്ടന്റ് ആണ്. ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ യൂണിറ്റ് എന്താണ്? ഡൈപോൾ മൊമെന്റ് യൂണിറ്റ് ആണ് ആംപിയർ മീറ്റർ സ്ക്വയർ. നമ്മളിത് കഴിഞ്ഞ ചാപ്റ്ററിലും പഠിച്ചതാണ്. അവിടെയാണെങ്കിൽ നമ്മൾ ബാർ മാഗ്നറ്റിന് പകരമാണെങ്കിൽ എടുത്തെന്താണ്? ഒരു സർക്കുലാർ ലൂപ്പാണ്. അതിലൂടെ കറണ്ട് കടന്നു പോവുകയാണ്. I എന്ന കറണ്ട് കടന്നു പോവുകയാണ്. അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ A ആണെങ്കിൽ, ഇതിൻ്റെ കംപ്ലീറ്റ് ഏരിയ A ആണെങ്കിൽ, റേഡിയസ് R, ഏരിയ A ആണ് എങ്കിൽ നമ്മൾ പറഞ്ഞു മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് M which is equal to I into A. I എന്ന് പറഞ്ഞാൽ ആംപിയർ, A എന്ന് പറഞ്ഞാൽ മീറ്റർ സ്ക്വയർ. സോ ആംപിയർ മീറ്റർ സ്ക്വയർ. ഓക്കെ ആണോ? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച സെയിം കോൺസെപ്റ്റ് ആണ്. ഒരു സർക്കുലാർ ലൂപ്പിലൂടെ കറണ്ട് കടന്നു പോവുകയാണ്. ഒരു സർക്കുലാർ ലൂപ്പിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ആ സർക്കുലാർ ലൂപ്പ് എന്തായിട്ട് മാറും മക്കളെ? ഒരു കുഞ്ഞു കാന്തമായിട്ട് മാറും. സോ ഒരു സർക്കുലാർ ലൂപ്പിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ സർക്കുലാർ ലൂപ്പ് ഒരു കുഞ്ഞു കാന്തമായിട്ട് മാറും. ആ കാന്തത്തിന്റെ കാന്തിക ശക്തി മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് M which is equal to അതിലൂടെ കടന്നുപോയ കറണ്ട് I ഇൻറ്റു അതിന്റെ ഏരിയ A ആയിരിക്കും. അപ്പോൾ ഇതേ സാധനമാണ് ഇവിടെയും. ഇവിടുത്തെ കാന്തിശക്തി എത്രയാണ്? I ഇൻറ്റു A ആണ്. ഇവിടുത്തെ കാന്തിശക്തി എന്താണ്? ഒരു ബാറും മാഗ്നറ്റിന്റെ കാന്തിശക്തി എന്താണ്? നിങ്ങൾ പറയും M ഇൻറ്റു 2L ആണ്. M എന്താണ് മക്കളെ? പോളിന്റെ സ്ട്രെങ്ത് ആണ്. പോളിന്റെ സ്ട്രെങ്ത് ആണ് ഇൻറ്റു 2L. ഓക്കെ ആണോ? നിങ്ങൾക്ക് മനസ്സിലായി മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഓഫ് എ ബാർ മാഗ്നറ്റും മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഓഫ് എ സർക്കുലാർ ലൂപ്പും. ഓക്കെ ആണോ? അവർ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിനെ പറ്റിയും ഐഡിയ കിട്ടി. നമുക്ക് വേണമെങ്കിൽ ഒന്ന് സമ്മറൈസ് ചെയ്യാം. ചെയ്യാൻ പോവാണ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഡ്യൂ ടു എ കറണ്ട് ലൂപ്പ്. നമ്മൾ പഠിച്ച 3 കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്? സമ്മറൈസ് ചെയ്യാൻ പോവുകയാണ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് പറഞ്ഞേ, ഇക്വേഷൻ എന്താണ്? ഡൈപോൾ മൊമെന്റ് P which is equal to Q into 2L. ഡയറക്ഷൻ പറഞ്ഞേ, ഡയറക്ഷൻ ആണെങ്കിൽ നെഗറ്റീവ് ടു പോസിറ്റീവ്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്, സോറി ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. ഇനി മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്താണ്? ഒരു ബാർ മാഗ്നറ്റ് എടുക്കണം, നോർത്ത് സൗത്ത്. ഇതിന്റെ പോൾ സ്ട്രെങ്ത് M ആണ്. ഇതിനും സെയിം പോൾ സ്ട്രെങ്ത് ആണ് M. പോൾ സ്ട്രെങ്തുകൾ തമ്മിലുള്ള അകലമാണ് 2L. പോളുകൾ തമ്മിലുള്ള അകലമാണ് 2L. അങ്ങനെയെങ്കിൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ക്യാപിറ്റൽ M which is equal to ഇതുപോലെ പറയാൻ കഴിയും. എന്താണ്? ഏതെങ്കിലും ഒരു പോൾ സ്ട്രെങ്ത് ഇൻറ്റു അവയ്ക്കിടയിലുള്ള അകലം എത്രയാണ്? 2L. ഡയറക്ഷൻ പറഞ്ഞേ, സൗത്ത് ടു നോർത്ത്. സൗത്ത് ടു നോർത്ത്. ഇതിന്റെ യൂണിറ്റ് എന്തായിരുന്നു? ഇതിന്റെ യൂണിറ്റ് നോക്കിയത് കൂളോംബാണ്. ഇതെന്താണ്? മീറ്റർ ആണ്. സോ കൂളോംബ് മീറ്റർ ആണെങ്കിൽ ഇവിടെ എന്താണ്? ഇവിടെയാണെങ്കിൽ ആംപിയർ മീറ്റർ സ്ക്വയർ ആണ്. ആംപിയർ മീറ്റർ സ്ക്വയർ. സോ എമ്മിന്റെ യൂണിറ്റ് ചോദിച്ചാൽ പറയണം, അത് എവിടെയാണെങ്കിലും എമ്മിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ആംപിയർ മീറ്റർ സ്ക്വയർ ആയിരിക്കും. ഇനിയാണെങ്കിൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഡ്യൂ ടു എ കറണ്ട് ലൂപ്പ്. അതിന്റെ ഇക്വേഷൻ എന്താണ്? I ഇൻറ്റു A. ഇനി n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ പറയണം NIA. ഓക്കെ ആണോ? സോ നമ്മൾ 3 ഡൈപോൾ മൊമെന്റുകൾ പഠിച്ചു, അല്ലെങ്കിൽ 3 രീതിയിൽ പഠിച്ചു. പ്രധാനമായിട്ടും 2 ഡൈപോൾ മൊമെന്റുകളാണുള്ളത്. ഒന്ന് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റും മറ്റൊന്ന് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റും.
ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ചാർജുകൾക്കിടയിലാണ് ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. അതിനെ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയും. അതിന്റെ ശക്തി വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. ഇതൊരു മാഗ്നറ്റ് ആണ്. അതിന് നോർത്ത് പോൾ ഉണ്ട്, സൗത്ത് പോൾ ഉണ്ട്. അതിന്റെ ശക്തി വിളിക്കുന്ന പേരാണ്, അതിന്റെ കാന്തിക ശക്തി വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. അതിന്റെ ഇക്വേഷൻ എന്താണ്? M which is equal to pole strength, പോളിന്റെ സ്ട്രെങ്ത് ഇൻറ്റു 2L ആണ്. ഓക്കെ ആണോ? അതിന്റെ യൂണിറ്റ് എന്താണ്? ആംപിയർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, സോ ഇവിടുത്തെ ആണെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഒരുപോലെയാണ്. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് തന്നെയാണ്, ഇതും മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആണ്, ഇതും മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് തന്നെയാണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ബാർ മാഗ്നറ്റിന്റെ, ഇതെന്താണ്? സർക്കുലർ ലൂപ്പിന്റെ. രണ്ടും കാന്തം തന്നെയാണ്. കാന്തത്തിന്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ് എന്താണ്? ആംപിയർ മീറ്റർ സ്ക്വയർ. രണ്ടും ഒരേ കാര്യം തന്നെയാണ്. ഇത് ബാർ മാഗ്നറ്റിൻ്റെത്, ഇതെന്താണ്? ഇതെന്ന് പറഞ്ഞാൽ സർക്കുലർ ലൂപ്പിൻ്റെത്. ഓക്കെ, കാര്യം മനസ്സിലായ മക്കളെ? അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിനെ പറ്റിയുള്ള നല്ലൊരു ബെറ്റർ ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കംപ്ലീറ്റ് കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.